ഞാനിതൊരു വീസ് കിട്ടാനോ ഒന്നിനും വേണ്ടിയല്ല കേട്ടോ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ ലിയോപോളിനെ പട്ടി അടിച്ച്. അത് രാവിലെ 5 പട്ടികളുടെ ബഹളം കേട്ട് ഞാൻ ചെന്നപ്പം തത്തമ്മ ഈ 5 പട്ടികളെയും കടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവർ തത്തമ്മയെ വട്ടം പിടിച്ചോണ്ടേ ഇരുന്നേ. അപ്പം ഞാൻ ഓടിച്ചു വിട്ട്. ഒറ്റ കുട്ടികളെയും കണ്ടില്ല. കുറേ കഴിഞ്ഞ് വീണ്ടും പട്ടികൾ വന്ന് ഓടിച്ചു വിട്ട്. ഞാൻ അപ്പോഴും 7 മണി 6:30 ആയുള്ളായിരുന്നു രാവിലെ. ഞാൻ അപ്പോൾ എന്ത് ചെയ്തെന്ന് എല്ലാവരെയും വിളിച്ചപ്പോൾ ലിയോപോളിനെയും കണ്ടില്ല, സ്നോ ഗേളിനെയും കണ്ടില്ല കേട്ടോ. പിന്നെ സ്നോ ഗേൾ വന്നു. ലിയോപോളിപ്പോൾ ഒരു അരമണിക്കൂറിന് മുമ്പ് ഞാൻ ഇവിടെ കിടന്ന് അലറി വിളിച്ചപ്പോൾ ലിയോപോൾ വന്നു കേട്ടോ. ലിയോപോളിനെ പട്ടി കടിച്ചിരിക്കുന്നു കേട്ടോ. നോക്കിയേ, ഈ കാലിൻ്റെ അകത്ത് കണ്ട ഒരു വലിയ കുഴിയാണത്. രക്തം നിൽക്കുന്നില്ല, അവൻ്റെ രക്തമൊക്കെ വാർന്നു പോയി. അവന് ഞാൻ കുറച്ച് ഗ്ലൂക്കോസും കലക്കി കൊടുത്ത് ഇപ്പോഴാണ് ഇത്തിരി നടന്നത്. അവനെല്ലായിടവും മുറിവാണ് കേട്ടോ. ഞാനപ്പം മുറിവൊട്ടി എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മരിച്ചു പോകുമെന്ന് തന്നെ വിചാരിച്ച്. ഞാനിപ്പം ഭഗവാനോട് പ്രാർത്ഥിച്ച് ഒന്നും വരരുതേ എന്ന് പ്രാർത്ഥിച്ച് അവന് ഇത്തിരി ഗ്ലൂക്കോസ് കൊടുത്ത്. കണ്ട കാലിൻ്റെ അകത്ത് കൊണ്ട് ഇവിടെ ഉണ്ട് മുറിവ്. അവൻ്റെ കണ്ണ് കണ്ടേ. പിന്നെ ഞാനിപ്പം വേണ്ട കാല് കാണിച്ചു തരാം. കണ്ട അകത്തൊരു വലിയ മുറിവാണേ, ഒരു ദ്വാരം പോലെ. ഒരുപാട് രക്തം പോയി കാണും. അതാണ് അവൻ ഇത്രയ്ക്കും ക്ഷീണം. എൻ്റെ കുഞ്ഞിന് വയ്യ കേട്ടോ. എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം, ലിയോയ്ക്ക് വേണ്ടി. അയ്യോ, ഇത്രയെങ്കിലും അവൻ നടക്കാൻ വയ്യ കണ്ടോ. എല്ലായിടവും മുറിവാണ്. ചിലപ്പം എവിടെയും ടൂറാനോ മറ്റോ പോകുമായിരിക്കും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. വെള്ളം കുടിക്കാനേ. ലിയോപ്പോൾ വെള്ളം കുടിച്ചിട്ട് വന്ന് കിടന്ന് എനിക്ക് വയ്യ കണ്ടോ. മുഖമൊക്കെ കണ്ടേ രക്തം ഒലിക്കുന്നു. മരിച്ചു പോകുമോ കേട്ടോ. അയ്യോ, എനിക്ക് വയ്യേ എൻ്റെ ലിയോപോള്. പൊന്നാ, നീ പട്ടിയുടെ വായിച്ചെന്ന് കയറിയത് എന്തിനടാ. അയ്യോ, എൻ്റെ കുഞ്ഞ് ലിയോപോളമ്മ. പോളെ ആയിരിക്കുന്ന ഉണ്ടാവും എന്നെ നോക്കി കരയുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ ഭഗവാനെ. ഭഗവാനോട് എല്ലാവരും പ്രാർത്ഥിക്കണേ. ഏതോ രക്തം വയറ്റിൻ്റെ അടിയിൽ നിന്ന് വരെയാണ്. നമുക്ക് അങ്ങോട്ട് ചരിഞ്ഞ് കിടക്കുന്ന കണ്ടുകൂടാത്തതാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ.